നിങ്ങളിപ്പോഴും ഇന്ന ചെസ്റ്റ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സമയം പോവാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ പെക്ടോറാലിസ് മസിൽസിന് മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ, പെക്ടോറാലിസ് മേജറും മൈനറും. ഇവിടെ മേജറിൻ്റെ കേസിൽ കോളർ ബോണിൽ നിന്ന് ക്ലാവിക്കുലർ കിട്ടും, അതുപോലെ തന്നെ സ്റ്റേണൽ ബോണിൽ നിന്ന് സ്റ്റേണൽ കിട്ടും. ഇത് രണ്ടുമാണ് മെയിനായിട്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി അപ്പർ ലോവർ മിഡിൽ എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ഇവിടെ ഇന്നർ ചെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഫ്ലാറ്റ് ഇൻക്ലൈന് പോലുള്ള കോമ്പൗണ്ട് വർക്കൗട്ടിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, കാരണം ഓവറോൾ ചെസ്റ്റ് ഡെവലപ്മെൻറ്റിന് അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, കേബിൾ ക്രോസ് ഓവർ, ഡംബൽ ഫ്ലൈ, അതുപോലെ ഇൻക്ലൈൻ ഫ്ലൈ പോലത്തെ ഫ്ലൈ വേരിയൻസ് കറക്റ്റ് ഫോമിൽ ഫുൾ റേഞ്ചിൽ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, മൈൻഡ് മസിൽ കണക്ഷൻ. അത് കൊണ്ടുവരിക. കേബിൾ ക്രോസ് ഓവർ പോലത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ സ്പേസിങ് അതുപോലെ തന്നെ കോൺട്രാക്ഷനും ഒക്കെ ഫീൽ ആവും. ഇത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേണൽ ഗ്യാപ്പ് ഒരു ജെനറ്റിക്സ് ആണ്, നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ മസിൽസിൻ്റെ സ്ട്രക്ചർ ഇൻസേർഷൻസ് ഒന്നും നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ബട്ട് നമുക്ക് ഇതുപോലെ ഇമ്പ്രസീവ് ആക്കി മാറ്റാൻ കഴിയും. സോ അടുത്ത തവണ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ന ചെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് കോമഡി കാണിക്കുന്നത് കാണുവാണെങ്കിൽ അവരുടെ അടുത്ത് പറയുക,